ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 10 ഡേയ്സ് ഗ്ലാസ് സ്കിൻ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വൈറ്റമിൻ സി സിറമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിറം നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ റിസൾട്ടും തരും. അതിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാരും റെക്കമെൻഡ് ചെയ്യുന്നത് വൈറ്റമിൻ സി സിറമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നാച്ചുറലായിട്ടുള്ള, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറമാണ്. ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ, ഡിസ്കളറേഷൻ ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോൺ ആക്കി കൊണ്ടുവരാനും നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണിത്. ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു വിസിബിൾ റിസൾട്ട് കാണാനായിട്ട് പറ്റും. അത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു സിറമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സിറം തയ്യാറാക്കേണ്ടത്, ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ജെൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം വേണ്ടുന്നത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെൽ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഫ്രഷ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെൽ എടുക്കാം. അത് നിങ്ങൾ കളറും അതുപോലെ തന്നെ മണവും ഒന്നും ആഡ് ചെയ്യാത്ത നല്ല ബ്രാൻഡിന്റെ അലോവേര ജെല്ല് മേടിക്കണം. അപ്പം എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു ബ്രാൻഡിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മതി കേട്ടോ അലോവേര ജെല്ല്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അലോവേര നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് അല്ല, നിങ്ങൾക്ക് ചേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് ലെമൺ ജ്യൂസ് ആണ്. ഇതാണ് നമ്മുടെ ഈ ഒരു സിറത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ നിറയെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി ലെമൺ സ്കിന്നിന് സ്യൂട്ട് അല്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് എടുക്കാൻ പറ്റുന്നത് ഓറഞ്ചിന്റെ ജ്യൂസ്, അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്. അപ്പോൾ വൈറ്റമിൻ സി നല്ലപോലെ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് റോസ് വാട്ടർ ആണ്. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എല്ലാം ഏകദേശം ഈ പറഞ്ഞ പോലെ അലോവേരയും അതുപോലെ തന്നെ റോസ് വാട്ടറും എല്ലാം ഒരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ലെമൺ ജ്യൂസ് ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗ്ലിസറിൻ ആണ് വേണ്ടുന്നത്. അതും ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഗ്ലിസറിന് പകരമായിട്ട് നിങ്ങൾക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ലത് ഗ്ലിസറിൻ ആയിരിക്കും. അപ്പോൾ അത് എടുക്കുക. അപ്പോൾ ഈ ഗ്ലിസറിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ മേടിക്കുക കേട്ടോ. അപ്പം നല്ലൊരു ബ്രാൻഡിന്റെ ഗ്ലിസറിനാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ആൽമണ്ട് ഓയിൽ ആണ് വേണ്ടുന്നത്. അതൊരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിന്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളിത് അപ്പം ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ലെമൺ ജ്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോ ഒരു 2 ദിവസത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. 2 ദിവസത്തിൽ കൂടുതലൊന്നും ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട. കഴിവതും അപ്പം ഉണ്ടാക്കി നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് മാത്രമായിട്ട് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ ചെയ്യാനുള്ളത്, ലെമൺ ജ്യൂസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടാക്കി വെക്കുക. അതിനകത്തേക്ക് ലെമൺ ജ്യൂസ് മാത്രം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം ആഡ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മുടെ സിറം ഇവിടെ റെഡിയാണ്. അപ്പൊ എൻ്റെ ഒരു ഫേസിന്റെ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഇതാണ്. സ്കിന്നിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഞാൻ സ്കിന്നിൽ വേറെ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല, ഒരു മോയ്സ്ചറൈസർ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അപ്പൊ സ്കിന്നിന്റെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഒരു ചലഞ്ചിന്റെ ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത്, എത്ര ഇഫക്റ്റീവ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ സിറം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചലഞ്ചിൽ നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കണ്ടു, ഒരു ഫേസ് പാക്ക് കണ്ടു, നെക്സ്റ്റ് ഈ ഒരു സിറമാണ്. അപ്പൊ ഇത് രാത്രി നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ടെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ ഫേസിൽ ഇട്ടിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഒരു 30 minutes ഒക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അമ്മാതിരി സാധനങ്ങളാണ്, സ്കിന്നിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കത്തില്ല. അപ്പൊ പിന്നീട് നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഇടുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിറം. അപ്പൊ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 3 ദിവസം കൊണ്ട് നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സിറമാണ്. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.